Hello everyone, welcome to another video of weekly updates from Inside Research Analytics. ഈ വീക്കിലെ പ്രധാന ന്യൂസുകൾ നോക്കുമ്പോൾ IndusInd ബാങ്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ക്രാഷ് ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് ആയിരുന്നു. RBI ഒരു നോട്ടീസ് കൂടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്ററിനും പേടിക്കൊന്നും വേണ്ട, കാരണം IndusInd ബാങ്കിന്റെ ഫിനാൻഷ്യൽ ഇൻടാക്റ്റ് ആണ്. ഒപ്പം IndusInd ബാങ്കിന്റെ ഈ ക്വാർട്ടറിൽ തന്നെ എല്ലാ ഇഷ്യൂസും സെറ്റിൽ ചെയ്തുകൊണ്ട് ബാലൻസ് ഷീറ്റ് ക്ലീനപ്പ് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കണമെന്നും RBI നിഷ്കർഷിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇൻഡസ് ബാങ്കിന് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം വലിയൊരു കോർപ്പറേറ്റ് സെഗ്മെന്റിന്റെ അണ്ടറിലുള്ള ഒരു ബാങ്കാണിത്. ഡെറിവേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പോഴത്തെ ഒരു ക്രാഷിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ റിസ്ക് എടുത്ത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സെഗ്മെന്റ് ആണ് ഇത് കൊണ്ടുവരുന്നത്. ഇനി അമേരിക്കൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച S&P 500 പ്രീവിയസ് ടോപ്പിൽ നിന്നും 10% വരെ താഴേക്ക് വന്നിരുന്നു. പക്ഷെ വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകൾ എല്ലാം തന്നെ വലിയ രീതിയിൽ റീബൗണ്ട് ചെയ്തിരിക്കുകയാണ്. 2% ഇൻഡെക്സുകൾ എല്ലാം തന്നെ വെള്ളിയാഴ്ച റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 4th വീക്കും ലോസ് ആണ് അമേരിക്കൻ മാർക്കറ്റ്സിന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി യൂറോപ്യൻ മാർക്കറ്റ്സിലായാലും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റ്സ് നോക്കുമ്പോൾ വെള്ളിയാഴ്ച വലിയ രീതിയിലുള്ള റിക്കവറിയാണ് നമ്മുടെ ചൈനീസ് മാർക്കറ്റ്സിന് ഉണ്ടായിട്ടുള്ളത്. അറൌണ്ട് 3% മേജർ ഇൻഡെക്സുകൾ എല്ലാം തന്നെ ചൈനയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഗോൾഡ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഗോൾഡ് വീണ്ടും പുതിയൊരു റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഗോൾഡ് റെക്കോർഡ് ചെയ്തത് $3004.94 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് ഗോൾഡ് $2985 പെർ ഔൺസിനാണ്. ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിലെ EDFകളിൽ കൂടി വലിയ രീതിയിലാണ് ജനങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. അതേപോലെ തന്നെ ചൈനീസ് സെൻട്രൽ ബാങ്ക് വീണ്ടും കഴിഞ്ഞ മാസത്തിൽ ഗോൾഡ് വാങ്ങി കൂട്ടിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് വളരെ പോസിറ്റീവ് തന്നെയാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് നോക്കുകയാണെങ്കിൽ ചൈനയിൽ ഡിഗ്രി ലെവലിലും വലിയ രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ട്രെയിനിങ്, വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കണമെന്നുള്ള ഒരു അറിയിപ്പുമായി ചൈനീസ് ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചൈനയുടെ ഇപ്പോഴത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെയും നോക്കുകയാണെങ്കിൽ എല്ലാ ഫീൽഡിലും ഡീപ് സീക്ക് വലിയ രീതിയിൽ പെനട്രേഷൻ ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓട്ടോമൊബൈൽ, സ്മാർട്ട് ഫോൺ, ഹോം അപ്ലയൻസ്, ഹെൽത്ത് കെയർ എക്യുപ്മെന്റിൽ എല്ലാം തന്നെ ഈ AI ഒരു പെനട്രേഷൻ നടക്കുന്നത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും AI രംഗത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഇതുണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് ഗവൺമെന്റ് അണ്ടറിലുള്ള ബൈദു വീണ്ടും പുതിയൊരു AI ടൂളുകളായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മാസം മ്യൂച്വൽ ഫണ്ട് അസറ്റ് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അസറ്റിൽ ചെറിയ ഇടിവൊക്കെ വന്നിട്ടുണ്ട്. അത് നോർമൽ മാർക്കറ്റ് സെന്റിമെന്റിന്റെ ഒരു ഇമ്പാക്ട് തന്നെയാണ്. അതേസമയം SIP നോക്കുകയാണെങ്കിൽ 2599 കോടിയാണ് SIP ഫെബ്രുവരി മാസത്തിൽ വന്നിരിക്കുന്നത്. ഇത് മുൻപുണ്ടായിരുന്ന മന്തിനേക്കാളും അറൌണ്ട് 400 കോടി താഴെയാണ്. പക്ഷെ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഒന്നുമല്ല, മറിച്ച് ജനറലി മാർക്കറ്റ് സെന്റിമെന്റ് വീക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. ഇപ്പോഴത്തെ നമ്മൾ ഗ്ലോബൽ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ $573 ബില്യൺ ആണ്. അത് $1000 ബില്യൺ ആയിട്ട് 2030 കൂടി ഉയരും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടറുകൾ ഉണ്ടാക്കുമ്പോൾ അതിനുപകരിക്കുന്ന കെമിക്കൽസ്, ഗ്യാസ്, എക്യുപ്മെന്റ്സ് ഒക്കെയും നിർമ്മിക്കുന്ന സെക്ടറിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. ഇപ്പോഴത്തെ ഗ്രോത്ത് $240 ബില്യൺ ആണ്. ഗ്ലോബലി 2030 ആകുമ്പോഴേക്കും $420 ബില്യൺ ആയിട്ട് അത് ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് അതിലെ 8 മുതൽ 10% വരെ മാർക്കറ്റ് ഷെയറും ഉണ്ടായിരിക്കും. അതായത് അറൌണ്ട് $42 ബില്യൺ ബിസിനസ് ആണ് 2030 ആകുമ്പോഴേക്കും ഈ രംഗത്തുള്ള കമ്പനികൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ മേജർ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ഡീൽ എന്ന് പറയുന്നത് എലോൺ മാസ്കിന്റെ SpaceXന്റെ അണ്ടറിലുള്ള സ്റ്റാർലിങ്ക്, ഭാരത് എയർടെൽ, റിലയൻസ് തമ്മിലുള്ള ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാർലിങ്ക് ആയിട്ട് ഈ 2 കമ്പനികളും ടൈപ്പിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. പക്ഷേ കോസ്റ്റ് ഒരു മെയിൻ ഫാക്ടർ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇലോൺ മാസ്കിന്റെ അണ്ടറിലുള്ള SpaceXന്റെ കണക്ഷൻ എടുക്കണമെങ്കിൽ തീർച്ചയായും ഡിഷിന് മാത്രം 25,000 രൂപ വരെ മേലേക്ക് വരാം. മന്ത്ലി 5,000 മുതൽ 6,000 രൂപ വരെയൊക്കെയാണ് ഗ്ലോബലി റേറ്റുകൾ വരുന്നത്. ഇന്ത്യയിലെ ബ്രോഡ്ബാൻഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ 400 തൊട്ട് 600 രൂപ വരെയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ 2 കമ്പനികളും ഈ ഒരു SpaceXന്റെ അല്ലെങ്കിൽ സ്റ്റാർലിങ്കിന്റെ പ്രൊഡക്റ്റുകൾ ബണ്ടിൽ ചെയ്തുകൊണ്ട് ലോ കോസ്റ്റിൽ ഓഫർ ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ വരവ് തീർച്ചയായും വലിയ രീതിയിൽ ഡിസ്റപ്ഷൻ ഒക്കെ ഇന്ത്യൻ ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇത് കൂടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ നിന്നുള്ള ബാൻഡ്വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. എന്നിരുന്നാലും ഓവറോൾ ഇന്ത്യയിൽ നമ്മുടെ 145 കോടി ജനങ്ങൾക്കും ഇന്റർനെറ്റ് സർവീസ് ലഭിക്കാൻ പോവുകയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ തന്നെയായിരിക്കും വീണ്ടും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.